ദ കേക്ക് കട്ടിംഗ്. എന്നിട്ട് ഈ മധുരം എല്ലാവരുമായിട്ട് സ്റ്റേജിലുള്ള എല്ലാവർക്കും മധുരം കിട്ടണം എന്നും കൂടി ഓർമ്മ വരുത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ സന്തോഷത്തോടെ മനോരഥങ്ങളുടെ വിജയാഘോഷം തുടങ്ങാം. നിങ്ങൾ എല്ലാവരും കൈ അടിച്ചോളൂ. ക്ലാസ് റെഡിയല്ലേ? എല്ലാവർക്കും ലാൽ സാറിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഇതിലെ എന്നെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് ദുർഗാകൃഷ്ണ. ഞാൻ പെട്ടെന്ന് പറയാൻ പറഞ്ഞു. അതുപോലെ ദുർഗാകൃഷ്ണയുടെ അമ്മയെ അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും വളരെ ശക്തമായ അവകാശപ്പെടാം. കോഴിക്കോട് MT സാറ് അവിടെയാണ്. പക്ഷെ ഞാൻ അധികം കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഥകൾ വെച്ചിട്ട് പ്രശാന്ത് നാരായണൻ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള മഹാസാഗരം എന്നുള്ള നാടകത്തില് 2 കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരുന്നത്. അത് വടക്കൻ വീരഗാഥയിലെ ഉണ്ണിയാഴ്ചയും അതുപോലെ കുട്ടികടത്തിയിലെ കുട്ടിയെടുത്തിയുമായിട്ട്. സിനിമയിൽ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും നടന്മാരല്ലാത്തത് കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും ഒരു ഓപ്ഷൻ പോലും ആകില്ല എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന അപ്രതീക്ഷിത സമയത്താണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവുന്നതും അതിനുവേണ്ടി അശ്വതി ചേച്ചിയും അതുപോലെ തന്നെ സുധീരേട്ടനും അരുൺചേട്ടനും ഒക്കെ നമ്മളെ സമീപിക്കുന്നതും. താങ്ക് യു. അതില് ജയരാജ് സാറിനെ, എൻ്റെ ഗുരുനാഥൻ, എന്നെ ആദ്യമായി സിനിമയിലേക്ക് എത്തിച്ച എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ജയരാജ് സാറിന്റെ സ്വർണം തുറക്കുന്ന സമയം എന്ന സിനിമയിൽ സീതാലക്ഷ്മി, അങ്ങനെ ആ ഒരു കഥാപാത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ചത്. ഇന്ന് പടം കണ്ടു, വളരെ മനോഹരമായിരിക്കുന്നു സാർ. അതോടൊപ്പം തന്നെ വേണു സാറിന്റെ കൂടെ അഭിനയിക്കാൻ അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം പ്രിയദർശൻ സാർ ഓണവും തീരവും എന്ന സിനിമ എടുക്കുന്ന സമയത്ത് വിവാത്തു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷണം കിട്ടി. ഈ 2 കഥാപാത്രങ്ങൾ, ഈ ആന്തോളജിയിൽ 2 കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യവും എനിക്ക് ലഭിച്ചു. അതിന് പ്രിയദർശൻ സാർ ഒരുപാട് ലെജൻസിന്റെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ദുർഗെ ഉമ്മ സംസാരിക്കുമ്പോൾ മിണ്ട ഇത് ബീസു ദുർഗാകൃഷ്ണയുടെ അമ്മയായിട്ടാണ് ഒരു റോള്. പ്രത്യേകം ഞാൻ മീഡിയനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദുർഗയുടെ അമ്മയായിട്ട് ഇനി അഭിനയിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് അമ്മ വേഷങ്ങൾ കൈലാഷ് അമ്മയെ വേണമെന്ന് പറയുമ്പോൾ എന്റെ പേര് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് സമയമുണ്ട്. ഇത് MT സാറിന്റെ കഥയായതുകൊണ്ട് അതൊക്കെ നമ്മളുടെ ഒരു ഭയങ്കര ആഗ്രഹമല്ലേ, അതിൽ എന്തൊരു പാസിംഗ് റോൾ കിട്ടിയാൽ അത് മതി, അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഒരു ആഗ്രഹം കൊണ്ട് അഭിനയിച്ചതാണ്. വളരെ ഈ 2 കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാൻ ലഭിച്ച ഭാഗ്യം സന്തോഷത്തോടു കൂടിയിട്ട് ഓർക്കുന്നു. C5നോടും സരിഗമയോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുധി ചേച്ചി. ഇനി വിളിച്ചാൽ പിന്നെ സ്റ്റേജിലേക്ക് വരാണ്ട് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഉമ്മയാണ്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഇപ്പം എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. അതിന് ആദ്യം തന്നെ സുധീരേട്ടനായിരുന്നു ഈ ഒരു നബീസു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഓളവും തീരത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഫസ്റ്റ് സുധീരേട്ടനായിരുന്നു. സുധീരേട്ടനോട് ആദ്യം തന്നെ നന്ദി പറയാണ്. അതുപോലെ ഇപ്പം ലാലേട്ടൻ പോയി, ലാലേട്ടനും MT സാർ, അശ്വതി ചേച്ചി കാണുന്നില്ല ചേച്ചി, പ്രിയദർശൻ സാർ, സന്തോഷ് ശരൺ സാർ, സാബുസരൻ സാർ, എല്ലാവരോടും ഈ ഒരു ടീമിന്റെ ഭാഗമാവാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. C5നോടൊക്കെ വലിയ താങ്ക്സ്. അതുപോലെ സരിഗമ, ന്യൂസ് വാല്യൂ എല്ലാവരോടും ഒരുപാട് നന്ദി. ഓക്കെ, ഇനി അടുത്തതായി ഞാൻ പറയട്ടെ, ശിവത. താങ്ക് യു ദുർഗ, താങ്ക് യു ഉണ്ണി, നബീസുഖ, നന്ദി. താങ്ക് യു. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് MT സാറിനെ കാണുന്നത് നീലതാമരയുടെ ഓഡിഷൻ കൊടുത്ത സമയത്താണ്. അന്ന് കിട്ടിയില്ല. പിന്നെ ഇപ്പൊ വർക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുധീരേട്ടൻ ഇങ്ങനത്തെ ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാനിപ്പോ ഇതിൽ ചെയ്തത് പ്രിയൻ സാറ് ഡയറക്ട് ചെയ്ത
അതില് വിജയേട്ടന്റെ കൂടിയാണ്. കുറച്ചേ ഉള്ളൂ, എനിക്ക് ഒരു ഒറ്റ സീൻ അത്രേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഞാനത് ഭാഗ്യമായിട്ട് കരുതി ഞാൻ എത്തി. കാരണം ഒരുപാട് സന്തോഷം, ഇത്രയും വലിയ ലെജൻഡറി ആയിട്ടുള്ള സാറിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റി. സാറിന് അപ്പോഴും കണ്ടില്ല, പിന്നെ സാറിന് കാണുന്നത് അശ്വത ചേച്ചിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മോൾക്ക് സാറാണ് എഴുത്തിരുത്തിയത്. അപ്പൊ അത് വളരെ ഒരു ഭാഗ്യമായിട്ട് തോന്നി. ഈ പടം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ മോൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്രയും കുറെ നല്ല നല്ല ഡയറക്ടേഴ്സ്, ഇത്രയും നല്ല ലെജൻഡറി ആയിട്ട് ഒത്തിരി ആക്ടേഴ്സ് ഈ ഒരു നല്ലൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമായിട്ട് കരുതാണ്. താങ്ക് യു സോ മച്ച്. ഇനിയൊരു പ്രൊജക്റ്റിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ എൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇൻവോൾവ് ആകാൻ സാധിച്ചിരുന്നു. അന്ന് തന്നെ ഇതൊരു ഗംഭീര സംഭവമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയ ഗംഭീര സംഭവമായി മാറിയിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി രാവിലെ ഒരു 3 ഫിലിം കാണാൻ പറ്റി. അതൊക്കെ എനിക്ക് പുള്ളിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പോകേണ്ട വന്നു. ഇന്ന് പോയിട്ട് ബാക്കി തീർച്ചയായിട്ടും കാണുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയുന്നത്, ഞാനൊക്കെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ എൻ്റെ മനസ്സിലുള്ള കഥകൾ ഒരു തിരക്കഥയാക്കി സ്ക്രിപ്റ്റാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അന്നൊക്കെ എങ്ങനെയാണ് അതൊന്നും സിനിമയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ അറിയാൻ വലുതാകുന്ന സമയത്ത് സാറിൻ്റെ ഈ കഥാരൂപത്തിൽ പുസ്തക രൂപത്തിലാക്കിയ സ്ക്രിപ്റ്റുകൾ വായിച്ച് അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മനസ്സിലാക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത് സാറിൻ്റെ ബുക്കുകൾ വായിച്ച് അതിൽ നിന്ന് ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക പാഠപുസ്തകമായിരുന്നു അദ്ദേഹത്തിൻ്റെ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരത്തിലൂടെ പറ്റിയിരിക്കുന്നത് വളരെ ദുർഭാഗ്യമായിട്ട് കരുതുന്നു. സംഘാടകർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. എസ്പെഷ്യലി സരികുമാർ കമ്പനീസ്. താങ്ക് യു സോ മച്ച്.